എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ റൂമിന് മാച്ച് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ചെയർ മേടിക്കണമെന്ന്. സോ ഫൈനലി നമ്മളും ഒരു ഗെയിമിംഗ് ചെയർ മേടിച്ചിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗെയിമിംഗ് ചെയർ ആണ്. പക്ഷേ എന്നെ പോലത്തെ മണ്ടത്തരം കാണിച്ചില്ല എങ്കിൽ ഇത് ആഡ്കോമിൻ്റെ മ്യൂട്ടൻ സീരീസിലുള്ള ഒരു മൾട്ടി പർപ്പസ് ഗെയിമിംഗ് ചെയർ ആണ്. അപ്പോൾ ഈ ഒരു ചെയറിൽ ഞാൻ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഞാൻ കുറേയധികം അധ്വാനിച്ചിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂറിൻ്റെ ഒരു അധ്വാനം ഉണ്ടായി. ഞാൻ കാണിച്ചൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ഈ ചെയറിൻ്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് 19,990 റുപ്പീസ് ആണ്. പക്ഷേ ഈ റെഡ് ആൻഡ് ബ്ലാക്ക് കളർ ചെയർ നമ്മൾക്ക് ഫ്ലിപ്കാർട്ടിലായിരുന്നു ആ സമയത്ത് സ്റ്റോക്ക് ഉണ്ടായത്. സോ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 18,990 റുപ്പീസിന് ഓർഡർ ചെയ്തു. പക്ഷേ പിന്നീടാണ് ആമസോണിൽ സ്റ്റോക്ക് വന്നത് 15,990 റുപ്പീസിനും. അതിനുശേഷം ആഡ്കോമിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലും സ്റ്റോക്കിൽ വന്നു 15,990 റുപ്പീസും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ആഡ്കോമിൻ്റെ സൈറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സിന് Sarath15 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ അവിടെ കാണിക്കുന്ന വിലയിൽ നിന്നും എക്സ്ട്രാ 15% ഓഫും കൂടെ കിട്ടും. സോ എനിക്ക് പറ്റിയ മണ്ടത്തരം നിങ്ങൾ ചെയ്യരുത്. സോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ശേഷം ഏകദേശം ഒരു 7 ദിവസത്തോളം എടുത്തു ഇതെൻ്റെ വീട്ടിൽ വന്നെത്താൻ. പക്ഷേ ഇത് വീട്ടിലെത്തിയപ്പോൾ ഈ കോലത്തിലായിരുന്നില്ല. ഏകദേശം ഈ രീതിയിൽ ഞാൻ തള്ളിക്കൊണ്ടാണ് വന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള വലിയൊരു പാക്കേജ് ആയിരുന്നു. അപ്പോൾ ഈ ചെയർ എന്ന് പറയുന്നത് ഒരു DIY ചെയർ ആണ്. അഥവാ നമ്മൾ തന്നെ ആശാരിപ്പണിയെടുത്ത് ഈ ഒരു സാധനം മുഴുവനും ചെയ്യേണ്ടതാണ്. പക്ഷേ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ പെട്ടിക്കകത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ പെട്ടെന്ന് നമുക്ക് പെട്ടി തുറക്കാം. പെട്ടി തുറന്നപ്പോൾ ചെയർ കഷ്ണം ആക്കിയിട്ടാണ് പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്നത്. ഓരോ പാർട്ടുകൾ ഊരിയാണ് വെച്ചിരിക്കുന്നത്. സോ നമ്മൾ ഓരോ പാർട്ടും ഫിക്സ് ചെയ്യണം. അപ്പോൾ എങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യും എന്നുള്ളതിനായിട്ട് ഒരു ചെറിയ ലീഫ്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ ചെയറിൻ്റെ ഫൈനൽ രൂപവും അതേപോലെ ഈ ഒരു ചെയർ ഫിക്സ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് സ്റ്റെപ്പ് വൈസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സെറ്റ് ഓഫ് സ്ക്രൂസ് അതേപോലെ വാഷേഴ്സ് അതേപോലത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു അലൻ കീയും കൊടുത്തിട്ടുണ്ട്. സോ പാക്കേജിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരെണ്ണം ബാക്ക് റെസ്റ്റ് ആണ്, പിന്നെ നമ്മൾ ഇരിക്കുന്ന സീറ്റാണ്, അതുപോലെ ലെഫ്റ്റിലും റൈറ്റിലുമുള്ള ഹാൻഡിൽ പാഡ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ഈ ഒരു ഹൈഡ്രോളിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതുപോലെ താഴെ വെക്കുന്ന ഒരു 8 കാലി പോലെ ഇരിക്കുന്ന 6 കാലുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതിൽ ഫിറ്റ് ചെയ്യാവുന്ന വീൽസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സൈഡിൽ വെക്കാവുന്ന പ്ലാസ്റ്റിക്കും പിന്നെ 2 പില്ലോസുമാണ് വരുന്നത്. സത്യത്തിൽ 6 കാലല്ല 5 കാലേ ഉള്ളൂ. സോ ഏറ്റവും ആദ്യം നമ്മൾക്ക് ബേസിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഈ ഒരു 5 കാലുള്ള ബേസിലേക്ക് നമ്മൾ ഏറ്റവും ആദ്യം ഫിറ്റ് ചെയ്യേണ്ടത് ഡെഫിനറ്റ്ലി വീൽസ് ആണ്. വീൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു ചെയറിൽ ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ വീൽസ് ഫിറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ജസ്റ്റ് അതിലേക്ക് ഇങ്ങനെ തിരിച്ച് വെച്ചാൽ മതി. സോ 5 വീലും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൈഡ്രോളിക് ആയിട്ടുള്ള ആ ഒരു സ്റ്റാൻഡ് ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. സോ ജസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് നടുവിൽ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കവർ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പുണ്ട്. ആ ഒരു കപ്പും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. അപ്പോൾ ഏകദേശം നമ്മുടെ ബേസ് റെഡിയായി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇരിക്കുന്ന സീറ്റാണ് ശരിയാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സീറ്റ് ജസ്റ്റ് ഒരു കുഷൻ പാഡിങ് മാത്രമാണ് തരുന്നത്. ഇതിനകത്ത് നമുക്ക് അലുമിനിയം ഫ്രെയിമാണ് ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ പുറകിലായിട്ട് കുറേയധികം ഓട്ടകൾ ഇട്ടിട്ടുണ്ട്. ഈ ഓട്ടയിലേക്കാണ് നമ്മുടെ ബേസും അതേപോലെ സീറ്റും കണക്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ആ ഒരു പാനൽ എടുത്ത് നമ്മൾ ഇതിലേക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കണം. അലൈൻ ചെയ്ത് വെക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് സ്ക്രൂസ് നമ്മൾ ഓർഡറിൽ വെക്കണം. ഈ സ്ക്രൂസ് ഏത് ഓർഡറിലാണ് എന്നത് POR എന്നിങ്ങനത്തെ രീതിയിലൊക്കെ ഒരു മാർക്കിങ്ങിന് ആ ഒരു ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഷീറ്റ് നോക്കിയിട്ട് അതുപോലെ തന്നെ സ്ക്രൂസ് വെക്കാം. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു പണി എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന അലൻ കീ ഉപയോഗിച്ച് നമുക്കിത് ടൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു നട്ട് ടൈറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ക്രൂ ഡ്രൈവർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം വളരെ സ്ട്രോങ് ആയിട്ട് ടൈറ്റ് ചെയ്തില്ല എങ്കിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് തലയും കുത്തി താഴെ കിടന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല. സോ ബെറ്റർ നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു സ്പാനർ അല്ലെങ്കിൽ ഒരു നട്ട് സ്ക്രൂ ചെയ്യുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ കണ്ടുപിടിക്കുക. അത് വെച്ച് നമ്മൾ ഈ ഒരു 4 സ്ക്രൂവും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസിലേക്ക് സീറ്റ് കണക്ട് ചെയ്യുന്ന ആ ഒരു കണക്ടർ റെഡിയായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും കൈ വെക്കാനുള്ള ആ ഒരു ഹാൻഡിൽസ് വെക്കുക എന്നുള്ളതാണ്. സോ ഇതും നമ്മൾ ആ കണക്ടർ വെച്ച പോലെ തന്നെ ജസ്റ്റ് സ്ക്രൂസ് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ വാഷറിൻ്റെ എണ്ണം കുറവായിരിക്കും എന്ന് മാത്രം. അപ്പോൾ ഈ 2 സാധനവും പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സീറ്റ് എടുത്തിട്ട് ബേസിൻ്റെ മുകളിലേക്ക് വെക്കുക എന്നുള്ളതാണ്. സോ ജസ്റ്റ് ആ ഒരു പാനൽ, ആ ഒരു ചെറിയൊരു കമ്പി ഇരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ആ ഒരു പാനൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസും സീറ്റും ഫിക്സ് ആയി. ബേസും സീറ്റും ഫിറ്റ് ചെയ്ത ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാക്ക് റെസ്റ്റ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ബാക്ക് റെസ്റ്റ് ഫിറ്റ് ചെയ്യുന്നത് ലേശം ട്രിക്കിയാണ്. ഞാൻ കുറേയധികം പാടുവിട്ടു സ്ക്രൂസൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരാളെ സഹായത്തിന് കൂട്ടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പക്ഷേ എന്നെ പോലെ ഒറ്റയ്ക്കാണ് എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ വെക്കുക. അപ്പോൾ എന്തായാലും ജസ്റ്റ് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും നിങ്ങൾക്ക് നട്ടും ബോൾട്ടും ഏകദേശം 2 നട്ടുകളുണ്ട്. ആ 2 നട്ടും നിങ്ങളൊന്ന് സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസും ഓൾമോസ്റ്റ് ഫിറ്റായി കഴിഞ്ഞു. ഇനി ഈ ഒരു ബേസിൻ്റെ സൈഡിലിരിക്കുന്ന ആ ഒരു മെറ്റാലിക് പാർട്ട് പുറത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു അഭംഗിയുണ്ട് എന്നുള്ളതുകൊണ്ട് അത് കവർ ചെയ്യാനായിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ് കൊടുത്തിട്ടുണ്ട്. അത് നോർമലായിട്ടുള്ള 2 സ്ക്രൂസ് അതും നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചൊന്ന് സ്ക്രൂ ചെയ്ത് ഉള്ളിലേക്ക് വെക്കുക എന്ന് മാത്രം.
സോ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇരിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ ചെയറായി. ഇനി നമ്മുടെ ചെയറിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പില്ലോസ് ആണ്. സോ 2 പില്ലോ ആണുള്ളത്. ഒരെണ്ണം നമ്മുടെ ഹെഡ് റെസ്റ്റ് ചെയ്യാനുള്ള പില്ലോ, ഒരെണ്ണം ലംബാർ പില്ലോ ആണ്. നടുവേനയ്ക്കൊക്കെ ബെസ്റ്റാണ്, നടുവേന മാറാനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള പില്ലോ ആണ്. അപ്പോൾ ഇത് രണ്ടും ഫിറ്റ് ചെയ്യേണ്ടത്, ഇതിൻ്റെ കൂടെ ഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു വള്ളിയുണ്ട്. ആ ഒരു വള്ളി നമുക്ക് പഴയ സ്കൂൾ ബാഗൊക്കെ കണക്ട് ചെയ്യുന്ന പോലത്തെ ഒരു സാധനമുണ്ട്, ഒരു ബക്കിളാണ്. ആ ഒരു സാധനം വെച്ചിട്ട് ഈ ബാക്കിൽ 2 ഓട്ടയുണ്ട്, കണ്ടില്ലേ? ഈ 2 ഓട്ടയുടെ ഉള്ളിൽ കൂടി നമ്മൾ ഇട്ടിട്ട് വേണം ഇതൊന്ന് ബക്കിൾ ചെയ്ത് വെക്കാനായിട്ട്. സോ കാര്യങ്ങളെല്ലാം പക്കയായിട്ട് ബക്കിൾ ചെയ്യുക, അല്ലെങ്കിൽ എന്നെ പോലെ പൊട്ടത്തരം കാണിക്കരുത്. കറക്റ്റായിട്ട് ബക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതായിരിക്കും നമ്മുടെ ചെയറിൻ്റെ ഫൈനൽ രൂപം. സോ ഈ പണിയെല്ലാം ചെയ്ത് തരുമ്പോഴേക്കും ഏകദേശം 2 മണിക്കൂറോളം ആവും. അതുകൊണ്ട് തന്നെ അതിന് ശേഷം നമുക്ക് സുഖമായിട്ട് ഈ ഒരു ചെയറിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ, ആക്ച്വലി ഫസ്റ്റ് ടൈം ഞാൻ ഇതിലിരുന്നപ്പോൾ എനിക്ക് തോന്നിയ ഫീൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു റിക്ലൈനർ പോലെ ഒരു ബീച്ചിൻ്റെ സൈഡിലേക്ക് ഇരിക്കുന്ന ഒരു ഫീലാണ് വന്നത്. കാരണം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെയറാണ്. ഇതിലുള്ള കുഷൻസൊക്കെ ഒരു PVC അല്ലെങ്കിൽ റെക്സിൻ പോലത്തെ ഒരു മെറ്റീരിയൽ, ഒരു ആൻറ്റി സ്ക്രാച്ച് മെറ്റീരിയൽ വെച്ചിട്ട് കോട്ട് ചെയ്തിരിക്കുന്നു. അതിലേക്ക് കവർ ചെയ്ത് ടോട്ടൽ സ്റ്റിച്ച് ചെയ്താണ് വന്നിരിക്കുന്നത്. സോ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് എക്സലൻ്റ് ആണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ടോട്ടലി വെർത്താണ്. ഇനി നമുക്കിതിൽ കുറേയധികം കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ പൊക്കാനും താഴ്ത്താനുമായിട്ട് പറ്റും. ഏകദേശം 125 സെൻറ്റിമീറ്റർ തൊട്ട് 135 സെൻറ്റിമീറ്റർ വരെയൊക്കെ നമുക്ക് പൊക്കാനും താഴ്ത്താനുമായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കിത് റിക്ലൈനറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ജസ്റ്റ് നമ്മുടെ സൈഡിലൊരു ചെറിയ ഹാൻഡിലുണ്ട്. ആ ഒരു ഹാൻഡിൽ നിങ്ങൾ പുൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നേരെ ഇരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഡിഗ്രിയിലിരിക്കാം, അല്ലെങ്കിൽ ടോട്ടലി നമ്മൾക്കിതിലേക്ക് ഇങ്ങനെ കിടക്കാം. ഞാനിവിടെ ഉണ്ട്. സോ നിങ്ങളുടെ യൂസ് അനുസരിച്ച് വർക്കിംഗ് ആണോ, ഗെയിമിംഗ് ആണോ, റീഡിംഗ് ആണോ, സ്ലീപ്പിംഗ് ആണോ എന്നുള്ള രീതിക്ക് നമുക്കിത് 180 ഡിഗ്രി വരെയും റിക്ലൈൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിനകത്ത് ഹാൻഡ് റെസ്റ്റുകൾ, ഈ 2 ഹാൻഡ് റെസ്റ്റുകൾ നമുക്ക് പൊക്കാനും താഴ്ത്താനുമായിട്ട് പറ്റും. അതുപോലെ ഹാൻഡ് റെസ്റ്റ് മുന്നിലേക്കും പുറകിലേക്കും ആക്കാനായിട്ടും പറ്റും. അതുപോലെ ഹാൻഡ് റെസ്റ്റ് ലേശം ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നീക്കാനായിട്ടും പറ്റും. ഇതിൽ ഏകദേശം 180 കിലോ വരെയുള്ള വെയിറ്റ് താങ്ങാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. എന്തായാലും എനിക്ക് 180 കിലോ ഇല്ല എന്നുള്ളതുകൊണ്ട് എനിക്കത് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ കമ്പനി പറയുന്നത് 180 kgs ആണ്. എന്തായാലും എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വീൽസ് എന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്താണ്. സോ ജസ്റ്റ് ഞാൻ ഇതിലേക്ക് കയറി ഇരിക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. സോ അത്രത്തോളം സ്മൂത്താണ്. ഈ വീൽസ് നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. വീൽസിൻ്റെ ലോക്ക് ഇതിൻ്റെ കൂടെ ഇല്ല. സോ നിങ്ങൾ പെട്ടെന്നൊക്കെ വന്നിരിക്കുവാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. സോ അത്യാവശ്യം സ്റ്റേബിളായിട്ട് നമ്മൾ ഇരിക്കുക എന്ന് മാത്രം. പിന്നെ എനിക്കിതിൽ എടുത്ത് പറയത്തക്ക കുറ്റമായിട്ട് ഒന്നും തോന്നിയില്ല. കാരണം ഈ ഒരു പ്രൈസ് പോയിന്റിൽ വളരെ വർത്ത് ആയിട്ടുള്ള ഒരു ചെയർ തന്നെയാണ് ഈ ഒരു ആഡ്കോമിൻ്റെ മ്യൂട്ടൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിമിംഗ് ചെയർ. പിന്നെ ചെയറിന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. സോ ഈ 2 സൈഡും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മുകളിലും അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ട്. സോ ചാരി ഇരിക്കാനൊക്കെ വളരെ സുഖമാണ്. പിന്നെ ഈ ചെയറിലിരിക്കുമ്പോൾ കംഫർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ട് കുറേ നേരം നമ്മൾ ഇരിക്കുവാണെങ്കിൽ ഈ ഒരു ലംബാർ പില്ലോ, അതായത് നടുവിന് വെക്കുന്ന പില്ലോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ ഫുൾ ടൈം സിസ്റ്റത്തിന് മുന്നിലിരുന്ന് വർക്ക് ചെയ്യുവാണെങ്കിൽ IT പ്രൊഫഷണൽസ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിന് മുന്നിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഗെയിമേഴ്സ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നടുവേദനയ്ക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചെയർ തന്നെയാണിത്. അതുപോലെ ഈ ഹെഡ് പില്ലോയും കിടന്ന് ഉറങ്ങാൻ നല്ല സുഖമാണ്. സോ ചില സമയത്തൊക്കെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തിരിക്കുമ്പോൾ കേട്ട് മടുക്കുമ്പോൾ നൈസായിട്ടൊന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇതിൽ തന്നെ കിടന്നുറങ്ങാനായിട്ടും പറ്റും. സോ ഡെഫിനറ്റ്ലി എനിക്ക് ഈ ഒരു ചെയർ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ ചെയർ ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ആഡ്കോമിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ Sarath15 എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 15% അഡീഷണൽ ആയിട്ട് ഓഫും കിട്ടുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളൊരു 15K പ്രൈസ് റേഞ്ചിൽ ഒരു ഗെയിമിംഗ് ചെയർ നോക്കുവാണ്, ഗെയിമിംഗ് എന്നല്ല ഒരു മൾട്ടി പർപ്പസ് ചെയർ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ബെസ്റ്റാണ്. ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.